പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി സമസ്ത ഇന്ന് മറ്റേതൊരു സംഘടനകളെക്കാളും വളരെ മുമ്പിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സമസ്തയുടെ ലക്ഷ്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹനം നൽകുക, ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യുക എന്നാണ് നമ്മുടെ ഭരണഘടന, സമസ്തയുടെ ഭരണഘടന. ആ കാലഘട്ടത്തിലുള്ള മഹത്തുക്കളുടെ ദീർഘവീക്ഷണമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ദീനീ വിദ്യാഭ്യാസത്തിന് എപ്പോഴും പ്രോത്സാഹനം നൽകി അതിവിടെ നിലനിർത്തണം, എന്നാലേ ദീനുണ്ടാവുകയുള്ളല്ലോ. അതുകൊണ്ട് അതേ അവസരം ഭൗതിക വിദ്യാഭ്യാസം ഇന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കാലത്തിനനുസരിച്ച് അതിൻ്റെ സ്വഭാവങ്ങളിലുമൊക്കെ മാറ്റം വരും. പണ്ട് കാലങ്ങളിൽ ഉള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമല്ലല്ലോ ഇന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം. അതുകൊണ്ട് അവർ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലക്ഷ്യമായി എഴുതി ചേർത്തത്. അതനുസരിച്ചാണ് പിൽക്കാലത്ത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത്. മതവിദ്യാഭ്യാസത്തിന് എത്ര പ്രോത്സാഹനം നൽകിയെന്ന് വെച്ചാൽ 1952 മദ്രസ അംഗീകരിക്കാൻ തുടങ്ങുന്നത്. 10 മദ്രസയാണ് ആദ്യം അംഗീകരിച്ചത്. അതിൽ രണ്ടാമത്തേത് മദ്രസത്തുൽ ബനാത്ത. അപ്പോൾ പെൺകുട്ടികൾക്കുള്ള മതപരമായ വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകമായുള്ള ആ സംവിധാനം അടക്കമുള്ളതായ മദ്രസയാണ് ആദ്യമായിട്ട് അംഗീകരിച്ചു വരുന്നത്. അത് തൊട്ട് ഇന്ന് 11,000, അതായത് 10,998 മദ്രസ സമസ്തയുടെ അംഗീകാരം നേടി. അപ്പോൾ മദ്രസ അത് പ്രാഥമിക ഘട്ടമാണ്. അതിന് ശേഷം നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന കോളേജുകളും ദർസുകളും അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അത് നിരന്തരം പ്രവർത്തന വിധേയമാക്കിക്കൊണ്ട് സമസ്ത മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും മതപരമായ വിഷയത്തിന് വേണ്ടി പ്രാമുഖ്യം നൽകുന്ന ഏതെങ്കിലും ഒരു സംഘടന നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് സമസ്തയുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് എല്ലാ ആളുകളും ഏത് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകും. നമ്മൾ മുസ്ലിം സമുദായം മാത്രമല്ല, മറ്റു സമുദായങ്ങളും തന്നെ അതിനൊന്നും വലിയ പ്രാധാന്യം നൽകാത്തൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. അന്ന് സ്വാഭാവികമായിട്ട് നമ്മളും തന്നെ അതിൽ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷേ ഇന്ന് ആ ശ്രദ്ധിക്കൽ ആവശ്യമായപ്പോൾ എല്ലാ തലത്തിലും ഈ വിഷയത്തിൽ സമസ്ത പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന് ഈ കാണുന്ന സമുന്നയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള അതേ അവസരം ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത ഒരുക്കിയത്. അതിൽ സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതാണ്. അവർ ചരിത്രം പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ ചരിത്രം വളച്ചൊടിക്കുന്നവരാണ് അത്തരം ആരോപണങ്ങൾ സമസ്തയുടെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും ആളുകൾക്കെതിരെ ഉന്നയിക്കുന്നത്. നമ്മൾ സമസ്തയുടെ മഹാന്മാരായ നേതാക്കളുടെ കൂട്ടത്തിൽ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നുള്ളൊരു പേര് കാണും. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. പുതിയാപ്പള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എൻ്റെ ഒരു മകളെ ഒരാൾ വിവാഹം കഴിച്ചു. അയാൾ എൻ്റെ പുതിയാപ്പളയാണ്. അപ്പം എൻ്റെ മകളെ വിവാഹം കഴിച്ച അയാൾ എൻ്റെ പുതിയാപ്പളയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പുതിയാപ്പളയാകണമെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിച്ചതിൻ്റെ പേരിലാണ് അയാൾക്ക് പുതിയാപ്പള എന്നുള്ള പേര് വരുന്നത്. എന്തേ അങ്ങനെ ഒരു പേര് കിട്ടാൻ എന്നുള്ള ചരിത്രം നമ്മൾ പഠിക്കണം. അവിടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അന്നത്തെ ഉലമാക്കൾ എന്ത് പ്രാധാന്യം നൽകി എന്ന് കാണാൻ കഴിയുള്ളൂ. ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ മഹാനായ ഒരു പണ്ഡിതൻ സമസ്തയുടെ നേതാവുമാണ്.
അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് വലിയ ശിഷ്യൻ സമ്പത്തുള്ള മഹാനായ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ മറ്റുള്ള ആളുകൾക്ക് വിവരം നൽകിക്കൊണ്ട് അറിവ് നൽകിക്കൊണ്ട് വലിയ പണ്ഡിതന്മാരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വന്തം പെൺകുട്ടിക്ക് വലിയ കിതാബുകൾ ഓതിക്കൊടുത്തുകൊണ്ട് വലിയ പണ്ഡിതയാക്കി തീർത്തു. അപ്പം ആ പെൺകുട്ടിയുടെ ആഗ്രഹം, എനിക്ക് പുതിയാപ്പിളായി വരേണ്ടത് വലിയ അറിവുള്ള നല്ല ത്രാണിയുള്ള അങ്ങനെയുള്ള ഒരാളാകണം തൻ്റെ പുതിയാപ്പിളയായി വരേണ്ടത് എന്ന് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നു. കാരണം അവൾ ധാരാളം കിതാബുകൾ ഓതിയ പെൺകുട്ടിയാണ്, വലിയ വലിയ കിതാബുകൾ ഓതിയ പെൺകുട്ടിയാണ്. അപ്പോൾ അത് പിതാവ് ആ ആഗ്രഹം അറിയുന്നു. അതനുസരിച്ച് തൻ്റെ ശിക്ഷകണങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതനായ ഒരാളെ കൊണ്ടാണ് തൻ്റെ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പം എന്തായെന്ന് വെച്ചാൽ ഈ പുതിയാപ്പിള, ആ പുതിയാപ്പിളയെ ഈ മഹാനായ പണ്ഡിതൻ്റെ വലിയ ശിഷ്യൻ മരുമകനായി വന്നപ്പോൾ ആ മരുമകൻ പുതിയാപ്പിളയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ പുതിയാപ്പിള എന്നുള്ള നിലക്ക് മറ്റു കൂട്ടുകാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മളെ പുതിയാപ്പിള എന്ന് പറയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ആ പേരിലാണ് അറിയപ്പെട്ടത്. അതവിടെ ഒരു പെൺകുട്ടി ആ ചരിത്രത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ? അപ്പോൾ അത് മഹാന്മാരായ പണ്ഡിതന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം സാർവത്രികമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ സമുന്നയ വിദ്യാഭ്യാസത്തിലൂടെയും അല്ലാതെയും സമസ്ത പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കഴിഞ്ഞു പോയ മഹത്തുക്കൾ അവർക്ക് അവരുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അവരൊക്കെ എന്തെല്ലാം വഴിയാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ കാണിച്ചു തന്നത്. അവർ കാണിച്ചു തന്ന ശരിയായ വഴിയിലൂടെ അള്ളാഹുവിൻ്റെ ദീനിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അവരുടെ ദർജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവർ നമ്മുമായി ബന്ധപ്പെട്ടവരെ അള്ളാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ഈ മഹത്തായ സംവിധാനം, ഇതിൻ്റെ ഭാരവാഹികൾ, ഇതിനോട് ബന്ധപ്പെട്ടവർ എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.